और एक बत्ते बत्ते लालू राहुल की पार्टियों का सुपड़ा सा. അതാണ് നമ്മുടെ ജി. പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ടു തന്നു ജി. മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോൾ മുന്നാങ്കുഴിയിട്ടു വന്നു ജി. അതാണ് നമ്മുടെ ജി. ഈ ശ്രീ മുത്തപ്പൻ ജി എന്നൊക്കെ പറഞ്ഞല്ലേ, ശ്രീ ഗണേഷ് ജി നമ്മുടെ ഈ പാർട്ടിയുടെ ഐശ്വര്യം. ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങുക. ഇനി നമ്മൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ആക്കി തുടങ്ങട്ടോ. ജി ഇല്ലാത്തൊരു കളി നമുക്കില്ല. ജീനെ പണ്ടേ കൂടെ നിർത്തിയാൽ മതിയായിരുന്നു, പല പരിപാടികൾ നടക്കുമായിരുന്നു, നടന്നില്ല. പോട്ടെ. ഇനി എനിക്ക് പറയാനുള്ളതാ, ഇങ്ങനെയോടാ ഈ പണി നിർത്തി പൊക്കൂടെ എന്ന് ചോദിക്കാൻ തോന്നുക. സത്യം, ഈ പണി നിർത്തി പൊക്കൂടെ? ഞാൻ മാത്രമല്ല, സകലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. അതായത് ഇന്നലെ വരെ ഇന്നലെ കൊണ്ടുവന്ന എന്താ പറയുക, വോട്ട് ചോരിയുടെ കാര്യങ്ങളും അല്ലെ വോട്ട് കക്കണ രീതികളും ഇതൊക്കെ കാണിച്ചു തന്ന് നമ്മളിങ്ങനെ പുളകം കൊണ്ട് നമ്മളിങ്ങനെ ആവേശം കൊണ്ട് ഇയാളങ്ങനെ പൊക്കി പിടിച്ചിരുന്നു. ഇന്ന് തോറ്റപ്പം ഒന്നുമല്ല. അതൊക്കെ എന്ത്, നിങ്ങൾ ബോധമല്ല, നിങ്ങൾക്കൊക്കെ പരിപാടി നിർത്തി പൊക്കൂടെ ഹേ എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ വോട്ട് ചോരിയും ഈ പറഞ്ഞ വോട്ട് കളവൊക്കെ നിങ്ങളുടെ മുമ്പിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലോട്ട് ഇട്ട് തന്നതേ ഇത് കണ്ടിട്ട് നിങ്ങൾ ജയിച്ചോ എന്ന് പറയാനല്ല. ഇങ്ങനെയാണ് നിങ്ങളെ തോൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ പൗരന്മാരെയും അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നവന്മാരെയും തോൽപ്പിക്കുന്ന പരിപാടി അല്ലെങ്കിൽ തോൽപ്പിക്കുന്ന രീതി പുള്ളി കാണിച്ചു തന്നുള്ളൂ. അല്ലാണ്ട് ഇതിനെല്ലാവരും കൂടെ മൂപ്പര തലയിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് നിങ്ങൾക്ക് നേതൃപാഠമില്ല, നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ല, നിങ്ങൾ അത് ഇത് പോകുന്നു പറഞ്ഞിട്ട് വെറുതെ വന്നിട്ട് കണകുണ വർത്താനം ഇട്ടൊന്നും ഒരു കാര്യമില്ല. പുള്ളി ജയിക്കാനുള്ള വഴിയല്ല നിങ്ങൾ കാണിച്ചത്, നിങ്ങൾ തോൽക്കുന്ന ഒരു വഴി ഇങ്ങോട്ട് കാണിച്ചു തന്നുള്ളൂ. അത് പ്രതിപക്ഷ നേതാവാണെന്ന് ധരിച്ചിട്ട് പുള്ളി എന്നെ ഇത് കാണിക്കും വേണം, പുള്ളി എന്നൊക്കെ കണ്ടുപിടിക്കുകയും വേണം, പുള്ളി തന്നെ ജയിപ്പിക്കണം എന്നുള്ള വാശി പിടിച്ചു കഴിഞ്ഞല്ലോ ഈ രാജ്യത്ത് നമ്മളെല്ലാവരും തോറ്റുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇപ്പോട്ടെ, ഇപ്പോൾ അതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറഞ്ഞുകൊണ്ട് നിൽക്കാന്നല്ലാണ്ട് നമ്മൾ ഈ എന്താ പറയുക വോട്ട് ചെയ്യണ പൊട്ടന്മാരുണ്ടല്ലോ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. സത്യത്തിൽ ഈ 65 ലക്ഷം വോട്ട് തള്ളിയ അല്ലെങ്കിൽ വോട്ട് അവിടെ നിന്ന് ഒഴിവാക്കിയതിന് ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. നമ്മളെല്ലാ മാധ്യമങ്ങളും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതാ പറഞ്ഞത്, നമ്മളെ ഈ വീഡിയോ ചെയ്യുന്ന എല്ലാ കണഗുണ മാധ്യമങ്ങളും ഒരൊറ്റ അതൊക്കെ അത് നിതീഷ് കുമാർ അങ്ങനെ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ മോദി ഇങ്ങനെ ആയതുകൊണ്ടല്ലേ തോൽക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ട് എടോ ഒരു ഇഞ്ചോടിഞ്ച്, അതായത് ഇത്രയും വലിയൊരു പ്രചാരണവും ആ ഒരു ജനസമ്മതിയും ആളുകളുടെ ഒരു ഒഴുക്കും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നമ്മൾ എന്തേ വിചാരിച്ച് അറ്റ്ലീസ്റ്റ് ആ ഒരു രണ്ട് പാർട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് സഖ്യങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം പോലും കാണിക്കാണ്ട് വോട്ട് എണ്ണിയ സമയം മുതൽ ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഒരേ ലെവലിൽ വന്നിട്ട് പിന്നെ നിലം തൊടാണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അസംഭവ്യത ഉണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ പോലുള്ള കഴിവില്ലാണ്ടായി പോയി നമ്മുടെ മാധ്യമം. അറ്റ്ലീസ്റ്റ് ഗോദി മീഡിയ തുടക്കം മുതൽ അത് തന്നെ പറഞ്ഞത്. അതായത് ഈ പോളിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക മെഷീൻ ലോക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു പോൾ ഡയറി എന്നും പറഞ്ഞിട്ടൊരു എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു, എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു. അവർ 209 സീറ്റോളാണ് NDAക്ക് പറഞ്ഞത്. ഫസ്റ്റ് അവരാ വിട്ടിരുന്നത് 209 സീറ്റ്. ഇത് കണ്ടപ്പോൾ തന്നെ പലരും പറഞ്ഞത് ഇങ്ങനെ ഒരു സീറ്റ്, ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സീറ്റ് എങ്ങനെ അവർ പുറത്തോട്ട് വിട്ടു, അല്ലെങ്കിൽ ഈ ഒരു കക്ഷി ഇന്നലെ എങ്ങനെ പുറത്തോട്ട് വിട്ടു എന്ന് ചോദിച്ചിരുന്നു എല്ലാവരും. പലരും അതിട്ടിരുന്നു. അപ്പം ആർക്കും മനസ്സിലായില്ലൊന്നും. ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻഡ് ആണ്. ഇങ്ങനത്തെ ചില ലൂപ്പ് ഹോൾസ് എവിടെയും വെക്കും എല്ലാവരും. അത് കണ്ടിട്ട് പോലും മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലാർക്കും പറ്റില്ല. രാഹുൽ ഗാന്ധിനെ 4 ചീത്ത പറയണം, കുറ്റ പറയണം, അതോടുകൂടി നമ്മൾ സേഫായി. വീണ്ടും നമ്മൾ നാളെ മുതൽ ഇതുപോലത്തെ എന്തെങ്കിലും വാർത്ത കിട്ടുമ്പോൾ അതിൻ്റെ പിന്നാലെ കടിവീട് പോയിക്കോളും എന്ന് മലയാള മാധ്യമങ്ങളായിട്ടുള്ള മാപ്പറകൾ എല്ലാവരും അവസ്ഥ ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് പറഞ്ഞു പോയത്. ഏതായാലും 65 ലക്ഷത്തോളം വോട്ട് കട്ടതിൻ്റെ കണക്ക് ഇതുവരെ ആർക്കും ചോദിക്കാനില്ല. അതൊക്കെ നമ്മളൊന്ന് സുപ്രീം കോടതിയിൽ എത്തിയില്ലേ? സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളൂ, അവിടെ നിന്ന് ഒന്നും ആയിട്ടില്ല. 2 ദിവസം 3 ദിവസം മുമ്പും അതിൻ്റെ ഹിയറിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഹിയറിംഗ് എങ്ങനെ ഡിവൈഡ് ചെയ്യണം, ഹൈക്കോടതികൾക്ക് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ എടുക്കാണ്ട് ഡയറക്റ്റ് സുപ്രീം കോടതിയിലോട്ട് വരണമെന്നുള്ള ഒരു വിധി അല്ലെങ്കിൽ ഒരു ഹിയറിംഗ് കഴിഞ്ഞ് 2 ദിവസം മുമ്പ് കഴിഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും ഒരു റിത്തനും ഈ പറഞ്ഞ ഒരു മാധ്യമങ്ങളിലോ വാർത്താ മാധ്യമങ്ങളിലോ പറഞ്ഞിട്ടില്ല. നമ്മുടെ പണിക്കരെ പോലത്തെ വെളുപ്പിക്കൽ പരിപാടി അല്ലെങ്കിൽ വെളുപ്പിക്കൽ തൊഴിലാളികൾ വന്നിട്ട് എത്ര കേസ് കൊടുത്തു എന്നാണ് ചോദിച്ചത്. കേസ് കൊടുത്തു, കേസിൻ്റെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൺ ഗോയിങ് ആണെന്നുള്ളത് ഈ പറഞ്ഞ പണിക്കനും അറിയില്ല. അവനും വന്നിട്ട് ഈ ആസനം തല്ലി തലോടാൻ മാത്രമേ അറിയുള്ളൂ. അതൊക്കെ പോട്ടെ, നമ്മളൊരു കാര്യം, നിങ്ങളൊന്നും വേണ്ട, ഈ ഒരു വോട്ടിൻ്റെ ഒരു നിലവാരം എടുത്തു. അതായത് 2020 കോൺഗ്രസിനുണ്ടായിരുന്നത് 19 സീറ്റായിരുന്നു. 60 സീറ്റിൽ മത്സരിച്ചിട്ട് അത് 5 സീറ്റിലോട്ടാണ് ബാക്കോട്ട് പോയത്. അന്നത്തേനേക്കാളും സ്ഥിതി രാഷ്ട്രീയപരമായിട്ടും എല്ലാപരമായിട്ടും കോൺഗ്രസിന് സപ്പോർട്ടുള്ളൊരു കാലത്ത് ഇത് 5 സീറ്റിലോട്ടാണ് മാറിയത്. ഇനി നമ്മൾ RJDയുടെ കാര്യങ്ങൾ എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം അതായത് 2020 75 സീറ്റുള്ള ആൾ 25 സീറ്റിലോട്ടാണ് പോയത്.
അന്നത്തേക്കാളും കൂടുതൽ ആളുകളെ സപ്പോർട്ടും അല്ലെങ്കിൽ ജനങ്ങളുടെ മൊത്തം സപ്പോർട്ട് മുഖ്യമന്ത്രി ആവണം, നെക്സ്റ്റ് മുഖ്യമന്ത്രി ആവണം എന്നുള്ള രീതിയിൽ തേജസ്വി എല്ലാ സർവേകളിലും മുന്നോട്ട് വന്നിട്ട് തേജസ്വി നിതീഷ് കുമാറിനേക്കാൾ ഒരുപാട് മുമ്പോട്ട് വന്നിട്ട് പോലും 75 സീറ്റിൽ RJDക്ക് വന്നത് വെറും 25 സീറ്റ്, 50 സീറ്റ് അവിടുന്ന് പോയത്. ഈ കണക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞൂടെ ഇതിന്റെ പിന്നിലൊരു കളിയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിന്റെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ 2023 മുതൽ 25 വരെ ഭരണവിരോധം, അതായത് ഭരണത്തിനെതിരെ അവിടുത്തെ നിതീഷ് കുമാറിന്റെ ഭരണത്തിനെതിരെ ആളുകൾ ഒരുപാട് യുവാക്കളായിട്ടും തൊഴിലില്ലാതായിട്ടും വികസനത്തിന്റെ പേരും പറഞ്ഞ ഒരുപാട് ആൾക്കാർ അയാൾക്കെതിരെ നിൽക്കുന്ന ഒരു സമയം. എന്നിട്ട് പോലും 10,000 കൊടുത്തിട്ട് കുറച്ച് നമ്മൾ 10,000 കൊടുത്തില്ല, ലേഡീസിന്റെ മൊത്തം വോട്ട് പോലും ലേഡീസിന്റെ മൊത്തം വോട്ടിന് ആകെ ഏകദേശം ഒരു പകുതിയോളം വോട്ടുള്ള ലേഡീസ് തന്നെ പകുതി ഒരു ഏകദേശം പേർ 1 കോടി 1.25 കോടി ആൾക്കാർക്കാണ് ഈ പൈസ കൊടുത്തത്. ബാക്കിയുള്ള ആൾക്കാരുടെ വോട്ട് ചെയ്യാണ്ട് ആ ആൾക്കാർ വോട്ട് ചെയ്താൽ പോലും, ആ ആൾക്കാർ യുവാക്കളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വോട്ട് ചെയ്താൽ പോലും ഈ അവസ്ഥയിലോട്ട് കോൺഗ്രസ് വരില്ല. കോൺഗ്രസ് തന്നെ ഇന്ത്യ മുന്നണി വരാൻ പോകുന്നില്ല. 200 സീറ്റിന്റെ മേലെ അവരും 30 സീറ്റിന് താഴത്തോട്ട് ഇവരൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ അതിലൊക്കെ ഒരു അട്ടിമറ ഉണ്ട് എന്നുള്ളത് ചോറ് തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അതല്ലാണ്ട് വാർത്ത വെറുതെ വായിച്ചങ്ങ് കണകുണ പറഞ്ഞ് പോകുന്നവർക്ക് ഒന്നും മനസ്സിലാൻ പോകുന്നില്ല. നമ്മളെ ഹരീഷ് വാസുദേവ് പുള്ളിയിട്ട് ഒരു പോസ്റ്റ് ഇട്ട് അങ്ങനെ അതായത് വിവരം ബോധമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയുന്ന ഒരു കറക്റ്റായിട്ട് പോസ്റ്റ് ഇടും. പുള്ളിയിട്ട പോസ്റ്റ് ഇതാണ്: ഈ ഷുഡ് ബി റിവാർഡഡ് പ്രോംപ്റ്റ്ലി ഫോർ ദ ഗ്രാൻഡ് ബീഹാർ സക്സസ്. സത്യമാണ് പറഞ്ഞത്. ഇയാൾക്കാണ് നമ്മളിത് കൊടുക്കേണ്ടത്. നിങ്ങളെന്താ ഇയാൾ അവിടെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനായിട്ട് തുടരുന്നോളം കാലം ഇങ്ങനെ തന്നെ ഇലക്ഷനൊക്കെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഇവിടെ രാഹുൽ ഗാന്ധി എടുത്ത ഒരു സ്റ്റാൻഡ്, അതായത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ എടുത്ത ഒരു സ്റ്റാൻഡ് പാളിപ്പോയി. അതായത് ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടു, പച്ചക്ക് നമ്മൾ കണ്ടു എവിടെയൊക്കെ അട്ടിമറിയായിട്ട് നമുക്ക് തോന്നി. ഹരിയാനയിലാണെങ്കിലും മറ്റേ എന്താ പറയുക കർണാടകയിലെ മണ്ഡലങ്ങളിലൊക്കെ ആണെങ്കിലും എങ്ങനെയാണോ ജയിച്ചത്, എങ്ങനെയാണോ BJP ജയിച്ചത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കാണിച്ചു തന്നു. അത് കണ്ടിട്ട് അതേ സഖ്യം അല്ലെങ്കിൽ അതേ കൂട്ടുകെട്ട് കേന്ദ്രത്തിലും ഇലക്ഷൻ കമ്മീഷനിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇത് തന്നെ ആയിരിക്കും മറ്റ് ഇലക്ഷനുകൾ അല്ലെങ്കിൽ ഇനി വരുന്ന ഇലക്ഷനുകളും വരാൻ പോകുന്ന ഇലക്ഷനുകളെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിപാടി എന്താണ് അതായിരുന്നു നോക്കേണ്ടിയിരുന്നത്. അത് പുള്ളി കാണിക്കാതെ കണ്ണടച്ച് അല്ലെങ്കിൽ ഈ ആളുകളുടെ ഇത്രയും ആളുകൾ വരുന്നതും ആളുകളും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക അത്രയും ആ സഖ്യം വരുന്ന സമയത്ത് ആളുകൾ ഇരച്ചു കയറിയിരുന്നു പരിപാടി കാണാൻ. ഈ പരിപാടി കാണാൻ ഇരച്ചു കയറുന്നവരൊക്കെ വോട്ടും ചെയ്യും. വോട്ട് ചെയ്യാൻ അവിടെ വരെ പോയിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ മടിയൊന്നുമില്ല. അപ്പോൾ അത് വോട്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ വോട്ട് എങ്ങനെ ഇല്ലാണ്ടായി, എങ്ങനെ ഈ പറഞ്ഞ എന്താ പറയുക PP പാറ്റും ബാക്കി കാര്യങ്ങളും പാറി നടന്നു ബീഹാറിന്റെ തെരുവുകളിലൂടെ. എങ്ങനെ ഈ പറഞ്ഞ ആളുകൾ CCTV ഓഫാക്കി ഇട്ടു, എങ്ങനെ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് വണ്ടി വരുന്നു അല്ലെങ്കിൽ സ്ട്രോങ് റൂമിലോട്ട് വണ്ടി വരുന്നു പോകുന്നു. ഒരു 100 കണക്കിന് ആൾക്കാർക്ക് അവിടെ വോട്ടില്ലാതായിട്ടുണ്ട്. 65 ലക്ഷത്തിൽ വോട്ടില്ലാത്ത ആൾക്കാർ പല രീതിയിലും പരാതി കൊടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് പോലും ഒരു രീതിയിലും ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് അവർക്ക് കിട്ടിയില്ല. ഒരു അപ്രോച്ചബിലിറ്റി ഇല്ലാതായി പോയി അവർക്ക്. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. ഇനി അത് മാത്രമല്ല, ഏറ്റവും വലിയ മറ്റൊരു കാര്യം നമ്മുടെ ജ്ഞാനേഷ് കുമാരേട്ടൻ പറഞ്ഞൊരു കാര്യമായിരുന്നു. അതിതാണ്: मतदाताओं की संख्या लगभग 7.42 करोड़ है, जिसमें कि मेल 3.92 और फीमेल 3.5 करोड़ हैं। मतदाताओं की संख्या लगभग 7.42 करोड़ है. അതായത് ഒക്ടോബറിൽ പറഞ്ഞത് 7,42 ലക്ഷത്തോളം ആൾക്കാരുടെ വോട്ടാണ് ടോട്ടൽ ഉള്ളത്. SCR നമ്മൾ എന്താ പറയുക റിഫൈൻ ചെയ്തപ്പം വന്നത് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വോട്ട് എണ്ണിയിൽ നവംബർ 11 ആയപ്പോഴേക്കും ഈ നമ്പർ നേരെ കൂടുകയാണ്. എത്ര 7,45,00,000, 3.5 ലക്ഷം വോട്ട് അവിടെ കൂടി. ഈ 3.5 ലക്ഷം വോട്ട് എപ്പം വന്നു? അതായത് ഒക്ടോബറിൽ ഇല്ലാത്ത ഈ 3.5 ലക്ഷം വോട്ട് SIR കംപ്ലീറ്റ് ചെയ്ത ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എവിടുന്ന് കയറി? ഇതൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അത് മതി, 3.5 ലക്ഷം വോട്ട് മതി ഈ കംപ്ലീറ്റ് അവിടുത്തെ എന്താ പറയുക വിധി മാറ്റി എഴുതാൻ. ഹരിയാനയിൽ വെറും 1.5 ലക്ഷം വോട്ടാണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് അവിടുത്തെ വിധി മാറ്റിയത്. അത് 25 ലക്ഷം വോട്ട് ചേർത്തിട്ട്. അപ്പം ഇങ്ങനെ ചേർത്തുന്ന വോട്ട് എവിടെ? മഹാരാഷ്ട്രയിൽ ഇതേപോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. 71 ലാക്ക് 71 ലക്ഷം വോട്ടാണ് അവിടെ നിന്ന് കയറിയത്. അതായത് പോൾ ചെയ്തത് എത്ര, അല്ലെങ്കിൽ പോൾ ചെയ്യാത്ത വോട്ടുകൾ, നമ്മുടെ കണക്ക് പെടാത്ത വോട്ടുകൾ എവിടെ നിന്ന് വന്നു? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഇതൊന്നും ആരും ചോദിച്ചിട്ടില്ല. ഇന്നെല്ലാവരും മോദിക്ക് സ്തുതി പാടാനോ അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ ഡബിൾ എഞ്ചിൻ അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ സിംഹാക്കാനോ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും വേണ്ടില്ല, ഏത് മാധ്യമങ്ങളാണെങ്കിലും ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ ജയിക്കുന്നുണ്ട്. എന്തൊന്നും മനസ്സിലാകാത്തത്. ആള് ജയിലിലുള്ളത് അനന്ത് കുമാർ സിംഗ്. അയാൾ ഒരു കൊലക്കേസിലെ, അത് ഓപ്പൺ കൊലക്കേസിലെ പ്രതിയാണ് അയാൾ. അങ്ങനെയുള്ളൊരു പ്രതി കഴിഞ്ഞ നവംബറല്ല, ഒരു 1 മന്ത് മുമ്പ് നടന്നൊരു കാര്യമാണ്. അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാൾ പോലും അവിടെ കണ്ണും പൂട്ടി ജയിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മുഖ്യമന്ത്രി, ഇപ്പം അവിടുത്തെ ഉപമുഖ്യമന്ത്രികളായിട്ട് നിന്ന ആൾക്കാർ സ്വന്തം മണ്ഡലത്തിൽ ചെന്നിട്ട് ആ മണ്ഡലത്തിൽ കയറാൻ അവിടുത്തെ ആൾക്കാർ സമ്മതിച്ചിട്ടില്ല. ചാണകം എടുത്ത് കയറുന്നത് അയാൾ പോലും ജയിച്ചിട്ടുണ്ട്.
എട്ടും പൊട്ടും തിരിയാത്ത മൈഥിലി ഠാക്കൂർ, പുള്ളി അതായത് എനിക്ക് ഉറങ്ങാൻ സമയം, ഒരു ഇന്റർവ്യൂവിന് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉറങ്ങുന്ന സമയമാണ്, എനിക്ക് ഇത്രയൊക്കെ മറുപടി പറയാൻ എനിക്ക് അറിയുള്ളൂ, എല്ലാം മോദിജിയും അല്ലെങ്കിൽ നമ്മുടെ അമിത്ജിയും കൂടെ നോക്കിക്കോളും, ബ്ലൂ പ്രിന്റ് എന്താന്ന് വെച്ചപ്പം അത് മേലോട്ട് നോക്കി കൈ പൊക്കിയ ആളത്, അയാൾ വരെ അവിടെ ജയിച്ചു. ആളുടെ തെരഞ്ഞെടുപ്പ് പ്രസ്താവന ഇതായിരുന്നു, അതായത് അലിനഗറിലാണ് ആള് എന്താ പറയാ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇവിടെ എന്താ നിങ്ങൾ ചെയ്യാൻ പോണെന്ന് വെച്ചപ്പോൾ ഞാൻ ഇവിടുത്തെ പേര് മാറ്റി ഇവിടെ സീതാ നഗറിലെ, അതെ അലിനഗർ എന്ന് മാറ്റിയിട്ട് സീതാപുരം എന്നോ സീതാനഗർ എന്നാക്കും. ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ. So much. Thank you. Thank you. Congratulations, Maithili. The question that I want to ask you, Maithili, because when you were campaigning, you had said that if I am nominated as the MLA of Ali Nagar, Darbhanga, I will change the name of Ali Nagar to Sita Nagar. Is that your top agenda, or are you looking at more developmental reference points? അയാൾ വരെ ജയിക്കുന്ന ഒരു ഉറപ്പില്ലാത്ത സീറ്റായിരുന്നു ഈവൻ NDAക്ക് വരെ. അപ്പൊ ഇതിന്റെ ഈ ഒരു ഉറപ്പ് എവിടെ നിന്ന് കിട്ടിയത് നമുക്കറിയാം. ഇതാണ് ഈ ഉറപ്പ്. ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നമ്മുടെ അമിത്ജി വരെ സംസാരിച്ചത്. 14 नवंबर को काउंटिंग है, 11 नवंबर को चुनाव है. बेलसंड वालों, चुनाव का नतीजा जानना चाहते हो क्या? जानना है क्या? अरे जोर से बोलो, जानना है क्या? तो मेरी बात याद रखना, 14 नवंबर 8 बजे बैलेट बॉक्स खुलेंगे, मत पेटियां खुलेगी, 9 बजे मत गणना शुरू होगा और 1 बजते बजते लालू राहुल की पार्टियों का सुपड़ा साफ. അപ്പൊ ഇത്രയും ഉറപ്പുള്ള ആൾക്കാർ ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു കാര്യം പച്ചക്ക് ഇത്രയും 100 കണക്കിൽ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും അത് പറയാണ്ട് രാഹുൽ ഗാന്ധിനെ കുറ്റം പറഞ്ഞ അയാളുടെ തല എല്ലാവരും കെട്ടിവെക്കാൻ നോക്കുന്ന ഈ ഒരു മാപ്ര പരിപാടികൾ ഉണ്ടല്ലോ, അത് വല്ല പണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലത്. ബെസ്റ്റ് അതായിരിക്കും. കാരണം തോറ്റുകൊണ്ട് നിൽക്കുന്നത് നീയും ഞാനും ഒക്കെ അടക്കുന്ന ഈ രാജ്യത്തെ വോട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങളാണ്. ടാക്സ് കൊടുത്തിട്ട് വോട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങളാണ്. ജയിക്കുന്നത് ആരാണ്? ഇവനെ പോലത്തെ ആൾക്കാരെ മുൻനിർത്തി ശിഖണ്ഡി കളിക്കുന്ന കുറെ പാർട്ടികളും അതിൻ്റെ പാർട്ടി നേതാക്കന്മാരുമാണ് ഇപ്പം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ വെളുപ്പിക്കും, എനിക്ക് പറ്റുന്നത്ര ഞാൻ വെളുപ്പിക്കും. അത് ഇനി എൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ മെസ്സേജസിലൊക്കെ വരുന്ന മെഴുകുന്ന ഏത് മരവാണ പങ്കി പറി വാണങ്ങൾ, അതായത് സംഘപറി വാണങ്ങൾ വന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ചെയ്യും, വെളുപ്പിക്കും ചെയ്യും. ഒരു കുഴപ്പമില്ല. നീയൊക്കെ കിടന്ന് ഒരുപാട് വാണം വിട്ടുകൊണ്ടിരിക്കും. അവസാനം തിരിച്ച് വാണം നിൻ്റെയൊക്കെ നെഞ്ചത്തോട്ടിന് വരും. അതൊരു കാലത്ത് വരും. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തിരിച്ച് കൊത്താനുള്ള ഒരു സമയത്ത് കൊത്തും. ആ സമയത്ത് കൊത്തട്ടെ. അതുവരെ നമ്മൾ പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. നീക്ക് പറയാൻ വേണ്ടി നീക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് വൈറലാക്കി താ. വാ നിർത്തല്ലേ, ചെയ്യൂ, വാ വാ വാ.